6 മാസമായി ഉപയോഗിക്കാതെ കിടന്ന ഒരു വീടാണ്. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വന്ന ആൾക്കാർ താമസത്തിന് വന്നപ്പോൾ ചെറിയൊരു മെയിൻ്റനൻസിന് വേണ്ടി വന്നപ്പോൾ നമ്മുടെ പറഞ്ഞ ഇതുപോലെ വാട്ടർ ടാങ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ. അങ്ങനെ നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ ടോപ്പിൽ കയറി കണ്ട ഒരു സംഭവമാണ്. വാട്ടർ ടാങ്ക് ഫുള്ളും ഇതേപോലെ പായലും പിടിച്ച് ഫുള്ള് ഓരായിട്ടിരിക്കുകയാണ്. ടാങ്കിൻ്റെ അകത്ത് ഇത്രയും വെള്ളമേ ഉള്ളൂ. കാരണം 6 മാസം കൊണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുവാണ്. അതുകൊണ്ട് ഓരും കാര്യങ്ങളെല്ലാം നല്ല ടൈറ്റായിട്ട് പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പല വീഡിയോസിലും നമ്മൾ ചെയ്യാൻ നേരത്തെ എല്ലാവരും നല്ല വിലയേറിയ അഭിപ്രായം പറഞ്ഞായിരുന്നു. സ്ക്രബ്ബർ മെയിനായിട്ട് ഉപയോഗിക്കരുത്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കോട്ടൺ പോലെയുള്ളൊരു PVC-യുടെ അത് വെച്ചിട്ടാണ് നമ്മൾ കഴുകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൻ്റെ അതെല്ലാം നമ്മൾ സ്ക്രബ്ബർ കൊണ്ടാണ് ഉരച്ച് നമ്മൾ കഴുകുന്നത്. പക്ഷേ ഇപ്പം പലരും പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും, ടാങ്കിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും എന്നുള്ളത്. അതിന് ശേഷമാണ് നമ്മൾ പറ്റുന്ന തുണി കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മളങ്ങനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി നേരെ ടാങ്ക് അടിച്ചിട്ടുണ്ട്. നമ്മൾ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വാട്ടർ ടാങ്ക് കഴുകാൻ നേരത്ത് അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ടാങ്ക് ഫുള്ളും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി താമസം തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വന്നത് തന്നെ. അതായത് പമ്പ് വെള്ളം എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കിട്ടുന്നത്.